ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 2-ാം തീയതി. നമുക്കറിയാം, ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ട മാസം. ഒപ്പം ജൂലൈ 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായി നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ദിവസങ്ങളാണിത്. ജൂലൈ 1-ാം തീയതി ഈശോയുടെ തിരുരക്തത്തിൻ്റെ തിരുനാളായിരുന്നു. ഈ 30 ദിവസവും ഈശോയുടെ തിരുരക്തത്തെ ധ്യാനിച്ച് തിരുരക്തം നമ്മുടെ ലോകത്തിലേക്ക് ഒഴുക്കാൻ നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ ജൂലൈ മാസം മാത്രമല്ല കേട്ടോ, ജീവിതാവസാനം വരെ നമുക്ക് രക്ഷ ഈശോയുടെ തിരുരക്തം മാത്രമാണ്. എങ്കിലും ഒരു പ്രത്യേക മാസം അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നാളെ ജൂലൈ 3-ാം തീയതി ദുഃഖറാന. തോമാസ് ശ്ലീഹായുടെ ഏറ്റുപറച്ചിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നമ്മുടെ ജീവിതത്തിലുടനീളം ഏറ്റുപറയാൻ, തിരുവിലാവിൽ കൈവച്ച് നോക്കിയാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഈശോയോടുള്ള സ്നേഹം, ഈശോയോടുള്ള വാശി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ആ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്നത് തിരുരക്തവും തിരുജലവുമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവ് ഫൊണ്ടനില്ലിയിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് ഒരു ചെറിയ ഓർമ്മ നമുക്ക് പുതുക്കാം. പരിശുദ്ധ അമ്മ അവിടെ പ്രധാനമായിട്ടും പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ ഇന്നലെ കണ്ടു. സമർപ്പിത മക്കൾക്ക് വേണ്ടിയാണ്. വിളി ഉപേക്ഷിച്ചു പോകുന്നവർ, പാപം ചെയ്തും വിളിയിൽ നിൽക്കുന്നവർ, അങ്ങനെ 3 വാളുകളുമായി വന്നത് അമ്മ മാതാവ് സമർപ്പിത മക്കൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 13 ദിവസം പ്രത്യേകമായും നമ്മുടെ സമർപ്പിത മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ചുറ്റി വളഞ്ഞിരിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ, പൈശാചിക രൂപികളെ നിർവീര്യമാക്കാൻ, ഈശോയുടെ തിരുരക്തം ഒഴുക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്തിന് മാത്രമേ നമ്മളെയും അവരെയും എല്ലാം രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നവംബർ 22-ാം തീയതി 1947 5-ാമത്തെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവ് പറഞ്ഞ ഒരു സന്ദേശമാണ് ഇന്ന് ഓർക്കുന്നത്, ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. നമുക്കറിയാമല്ലോ, നെഞ്ചിലിരിക്കുന്ന 3 പുഷ്പങ്ങൾ, വെള്ള, ചുമപ്പ്, മഞ്ഞ, ഗോൾഡൻ കളർ. അത് അർത്ഥമാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു: പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം, അനുതാപം. ഇത് അർത്ഥമാക്കുന്നത്. പരിശുദ്ധ അമ്മ ഈ 5-ാമത്തെ അപ്പറേഷനിൽ പറഞ്ഞു, പ്രയർ എന്ന് പറഞ്ഞിട്ട് അമ്മ 1 മിനിറ്റ് മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു പെനിറ്റൻസ്. അമ്മ വീണ്ടും 1 നിമിഷം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു ഈ അനുതാപം, പശ്ചാത്താപം എന്നൊക്കെ പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ ചെറിയ കുരിശുകൾ, ലിറ്റിൽ ഡെയിലി ക്രോസസ്, ചെറിയ ചെറിയ കുരിശുകൾ, ദിവസവും കിട്ടുന്ന കുരിശുകൾ സ്വീകരിക്കുക. അത് ഒരു പെനിറ്റൻസ് മനോഭാവത്തോടുകൂടെ, അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് മനസ്സിൽ വയ്ക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, അത് നമുക്ക് പരിഹാരമായി അനുതാപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പശ്ചാത്താപത്തിൻ്റെ മനോഭാവത്തോടുകൂടെ നമുക്ക് കാഴ്ചവെക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഞാൻ പല പ്രാർത്ഥനകളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ഒരു ദിവസം ചൊല്ലാനുള്ളതല്ല കേട്ടോ.
നമ്മുടെ യുക്തം പോലെ ഓരോരോ അവസരങ്ങൾ നമുക്ക് ചൊല്ലാനുള്ളതാണ് ഈ പ്രാർത്ഥന. എന്നാൽ നമ്മൾ ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട്. അത് പരിഹാര പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കുടുംബവൃക്ഷത്തിൻ്റെയും മറ്റും പാപങ്ങൾക്ക് നമ്മൾ മാപ്പ് ചോദിച്ചിട്ട പ്രാർത്ഥനയാണ്. അന്ത്യകാലത്തേക്ക് ആവശ്യമായ പ്രാർത്ഥന. രണ്ടാമത്, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ബഹുമാനാർത്ഥം 2 സ്വർഗസ്ഥനായ പിതാവ്, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 തൃത്വസ്തുതി ചൊല്ലാൻ പറഞ്ഞിരുന്നു. അതിലൂടെ നമുക്ക് കുറേ വാഗ്ദാനങ്ങളുണ്ട്, 5 വാഗ്ദാനങ്ങൾ. അത് നമുക്ക് ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഈ 2 സ്വർഗസ്ഥനായ പിതാവ്, നന്മ നിറഞ്ഞ മറിയമേ മറക്കാതെ ചൊല്ലണം. തിരുരക്തത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടി. അതുപോലെ സഹോദരങ്ങളെ, ഞാൻ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം എന്ന് പറഞ്ഞ് ഒരു പരിഹാര ജപം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ക്ലാര പുണ്യവതിയുടെ മഠത്തിലെ കാര്യവും. അത് നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങരുത്. കാരണം അതിലൂടെ വലിയ പരിഹാരമാണ് നടക്കുക. ഈശോയുടെ തിരുരക്തമാണ് പിതാവിന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതും എഴുതി സൂക്ഷിച്ചു വയ്ക്കണം. പരിഹാര ജപം, അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം, ഈശോയുടെ തിരുരക്തത്തെ വണങ്ങിക്കൊണ്ട് 2 സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലണം. എന്നിട്ട് അത് സമർപ്പിക്കണം. ഇങ്ങനെ: കാരുണ്യവാനായ യേശുവേ, പാപികളായ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് സഹിച്ച പാടുപീടുകളെയും വരിച്ച അടികളെയും വഹിച്ച തിരുമുറിവുകളെയും പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ചിന്തിയ 28,430 തുള്ളി രക്തത്തിൻ്റെ ബഹുമാനാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങയുടെ വാഗ്ദാനമായ 5 കൃപകളും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ സമർപ്പണ പ്രാർത്ഥനയും നമ്മൾ ചൊല്ലണം. ഈശോയുടെ ഈ തിരുഹൃദയ മാസത്തിൽ, തിരുരക്തത്തിൻ്റെ മാസത്തിൽ, ജൂലൈ മാസം തിരുഹൃദയത്തിൻ്റെ മാസം കഴിഞ്ഞാൽ ഉടനെ തിരുരക്തത്തിൻ്റെ മാസമാണ് കേട്ടോ. നമുക്ക് ഓരോ ചെറിയ സുഹൃജപങ്ങൾ ഓരോ ദിവസവും ചൊല്ലാം. ഇന്ന് ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ എന്ന്. പ്രിയ കൂട്ടുകാരെ, നാളെ ദുഃഖറാന തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ നിർബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കട്ടെ. യേശുവിൻ്റെ തിരുവിലാവിൽ കൈയിട്ടാൽ അവിടെ നിന്ന് തിരുരക്തവും തിരുജലവും ഒഴുകുന്നത് കാണാം. ആ തിരുരക്തത്തെ ഓർത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം: ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ. ഈ ദിവസങ്ങളിൽ കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ നമുക്ക് സുഹൃജപം പോലെ ചൊല്ലി ഈശോയുടെ തിരുരക്തത്തിനായി നമ്മയും ലോകം മുഴുവനെയും കാഴ്ചവെക്കാം. തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.